ഇത് ആതിരയും സെബിനും എന്നിവരുടെ വിവാഹ നിശ്ചയമാണ്. വിവാഹ നിശ്ചയം നടക്കുന്നത് ഭരണങ്ങാനം സെൻറ് മേരീസ് ചർച്ചിൽ വെച്ചാണ്. അപ്പോൾ നമ്മുടെ അൽഫോൻസാമ്മയുടെ ചരിത്രമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വളരെ പ്രസിദ്ധമായ ഒരു പള്ളിയാണ് ഭരണങ്ങാനം പള്ളി. അപ്പോൾ ആ പള്ളിയുടെ പ്രധാന ഹാളിൻ്റെ ഉൾവശമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഭയങ്കര ചൈതന്യമുള്ള ഒരു പള്ളി. അവിടെ ഒരു അച്ഛൻ അങ്ങനെ ഈ കല്യാണ നിശ്ചയത്തിനുള്ള പ്രാർത്ഥനകളൊക്കെ ചൊല്ലുന്നുണ്ട്. അപ്പോൾ അത് നല്ല രസമാണ് കേൾക്കാനും. അപ്പോൾ നമ്മളെല്ലാവരും അതിൽ പങ്കെടുക്കുകയാണ്. ആ ചടങ്ങിൽ ഒരു അധികം പ്രായമില്ലാത്ത ഒരു അച്ഛനാണ് അതിൽ അത് ചൊല്ലുന്നത്. അപ്പോൾ നമ്മൾ പള്ളിക്കകം ഇങ്ങനെ കാണുകയാണ്. വളരെ വിശുദ്ധമായ ഒരു പള്ളി. അതിനുള്ളിലൊക്കെ നോക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷം അനുഭവപ്പെടും, ശാന്തിയും. അപ്പോൾ അങ്ങനെ ആ പള്ളിക്കകത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. ഞങ്ങളുടെ ദൈവത്തിന്റെ പരിപാലനയെ നിങ്ങളെ അവിടുന്ന് തന്റെ വചനത്താൽ ശക്തിപ്പെടുത്തുകയും സ്നേഹത്തിന്റെ കൽപ്പനയാൽ സുസ്ഥിരമാക്കുകയും കരുണയാൽ പൂർത്തിയാക്കുകയും ചെയ്യട്ടെ. അബ്രാഹത്തെയും സാറായെയും ഇസഹാക്കിനെയും റബേക്കായെയും യാക്കോബിനെയും റാഹേലിനെയും സംയോജിപ്പിച്ച ദൈവങ്ങളുടെ വാഗ്ദാനത്തെ വിശ്വാസത്തിനും സത്യത്തിനും സ്നേഹത്തിനും മനസ്സിന്റെ ഐക്യത്തിനും മുദ്രിതമാക്കണം. തീഷ്ണമായ പ്രാർത്ഥനയോടും ആത്മീയമായ ഒഴുക്കത്തോടും കൂടെ വിവാഹബന്ധവകാശിയായ നിങ്ങളെ ശക്തിപ്പെടുത്തട്ടെ. നിങ്ങളെയും നിങ്ങളെ സ്നേഹത്തിലും പ്രവർത്തികമാതാവിന്റെ ഭാഗങ്ങളെയും ഈ തിരുകൃപത്തിൽ പങ്കെടുത്ത എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. എപ്പോഴും ഒരു പള്ളിക്കകത്ത് എത്ര ഭംഗിയായിട്ട് അതെല്ലാം ചിട്ടയാക്കി വെക്കാമോ അതിനൊക്കെ മാതൃകയാണ് ഈ പള്ളി വളരെ കാലപ്പഴക്കമുള്ള പള്ളിയാണ്. അത്ര വലിപ്പമല്ല അതിൻ്റെ പ്രാധാന്യം. പക്ഷേ ഇതിൽ എയർ പാസേജ് വളരെ നല്ല അന്തരീക്ഷമാണ് ഈ പള്ളിക്കകത്ത്. ഒരു ഫാനോ ലൈറ്റോ ഒന്നും ഇടുന്നതിന് മുമ്പ് ഞാൻ ഈ പള്ളിയിൽ എത്തിയതാണ്. അവിടെ എപ്പോഴും ഒരു വായുസഞ്ചാരമുണ്ട്. വളരെ ആശ്വാസകരമായ ഒരു അന്തരീക്ഷമാണ് ഈ പള്ളി നമുക്ക് പ്രദാനം ചെയ്യുന്നത്. അപ്പോൾ വിവാഹ നിശ്ചയത്തിൻ്റെ ചടങ്ങുകളൊക്കെ നടക്കുകയാണ്. മോതിരം കൈമാറുന്ന ചടങ്ങും എല്ലാം. അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ 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 സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ.
ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു. സ്നേഹപിതാവായ സഹായത്തിനെ പൂർവ്വപിതാവായ സഹായത്തിനെ അവന്റെ ജീവിത പങ്കാളിയായി അനുഗ്രഹിച്ച കർത്താവിനായി തിരുവോട്ടാണ് ജനങ്ങളുടെ പോവോ? പള്ളി അതാ ആ പഴയ അത് കണ്ടില്ലേ, അതാണ് ശരിക്കും പള്ളി. ആ അത് കണ്ടില്ലേ, അതൊരു പഴയ, അതുമല്ല ഇത് പുരാവസ്തു സ്ഥാപനമായിട്ട് മാറിയിട്ടുണ്ടാവും. വേലൂർ പള്ളി പോലെ. ചാവറയച്ചൻ അവിടെയും പോയി നോക്കാം. ഇവിടെ ഒരു ഇറക്കമാണ്, ഇറക്കം എന്ന് പറഞ്ഞതാ, കാലറിയാണ്ട് പോകണ്ട.
തേഞ്ഞു പോവുക. ഒരച്ഛനൊക്കെ ഉണ്ടോ അവിടെ? ഒരു പുരോഹിതനെ കണ്ടു ഞാനവിടെ. അതാ ആ ചെടികളുടെ ഇടയിൽ ഒരു അച്ഛനും ഒരു വിളക്കൊക്കെ ആയിട്ട് കണ്ടോ? എന്ത് രസമാണ് കാണാനും പരിസരമൊക്കെ. പഴയ ചെമ്പകമരം. അടുത്തയമ്മ ഇവിടെ നിൽക്കും, ഞാൻ അടുത്തയമ്മയുടെ പടം എടുക്കട്ടെ. അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ 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 സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ 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 സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു. സ്നേഹപിതാവായ
പരിപാവനനാം സർവേശ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, കാരുണ്യം നീ ചൊരിയണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ജീവദായ ദൈവമായ ശ്രമിക്കുന്നതിന് ഗ്രഹിക്കുന്നതിന് ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണം. അതുവഴി ശരീരങ്ങൾക്ക് വന്നിരിക്കുന്ന സ്നേഹവും ശാന്തവും രക്ഷയും ഞങ്ങളെ പിന്തുണയ്ക്കുന്നതിനും നിരന്തരം ഞങ്ങളെ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരണത്താൽ ഞങ്ങളുടെ കാലങ്ങളെ സഹായിക്കണം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ ആമേൻ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ എന്റെ കൽപ്പനകൾ പാലിച്ചാൽ നിങ്ങളും എന്റെ സ്നേഹത്തിൽ നിലനിർത്തും. ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞതായ എന്റെ സന്തോഷം നിങ്ങളിൽ കുറിക്കുവാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകാൻ വേണ്ടിയാണ്. ഇതാകുന്നു എന്റെ കൽപ്പന, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം ശരിയായ ഓരോ സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ ശ്രദ്ധത്തോടും കൂടി മാത്രം വിവാഹം നിശ്ചയിക്കാൻ പാടുള്ളതെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. നിങ്ങളുടെ വിവാഹ നിശ്ചയം പരസ്യമായി പ്രഖ്യാപിക്കാനുള്ള അവസരത്തിൽ സമാധാനം നൽകുകയാണ്. സെന്റ് ഫ്രാൻസിസ് മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് വിവാഹം എന്ന ഉദാശയിലൂടെ ആദരം എന്ന് വിളിക്കപ്പെടുന്ന മറിയത്തെ എന്റെ ഭാര്യയായി സ്വീകരിച്ചു കൊള്ളാമെന്നാണ് വാഗ്ദാനം ചെയ്യുന്നത്. അതിന് മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് വിവാഹം എന്ന ഉദാശയിലൂടെ സെബി ഫ്രാൻസിസിനെ എന്റെ ഭർത്താവായി സ്വീകരിച്ചു കൊള്ളാമെന്ന് നീ വാഗ്ദാനം ചെയ്യുന്നു. ഈ വാഗ്ദാനത്തിന് നിങ്ങൾ സാക്ഷികളാകുക. വിവാഹ വാഗ്ദാനം നടത്തിയ നിങ്ങളെ വിശുദ്ധാലയിൽ ആശീർവദിക്കുകയും ഈ വാഗ്ദാനം നിറവേറ്റുവാൻ നിങ്ങളെ സഹായിക്കുകയും ചെയ്യുന്നു. സഭയെ നന്ദനപരമായി സ്വീകരിച്ച കർത്താവായ മിശിഹായ വിവാഹ വാഗ്ദാനം ചെയ്ത ഞങ്ങളുടെ കാരണത്തിന്റെ വരവേൽക്കണം. ഞങ്ങളുടെ അമ്മയായ പരിശുദ്ധ കുടുംബത്തിന്റെ നാഥനായ മാനവിഷയത്തിന്റെ ഞങ്ങളുടേതായ മാതാവായ പ്രാർത്ഥന ഇവരുടെ വാഗ്ദാനത്തെ സഫലമാക്കട്ടെ. സഹരാവിശുദ്ധരുടെയും ശിഷ്യാങ്ങളുടെ സഭയെ വിശുദ്ധരുടെയും വാർത്തകളുടെയും മാധ്യസ്ഥം ഇവർക്ക് സംരക്ഷണവും സഹായവുമായിരിക്കട്ടെ. സകലത്തിന്റെയും നാഥായ ദൈവത്തിന്റെ പരിപാലനയിൽ നിങ്ങളെ ചെയ്ത അവിടുന്ന് തന്റെ വചനത്താൽ ശക്തിപ്പെടുത്തുകയും സ്നേഹത്തിന്റെ കൽപ്പനയാൽ സുസ്ഥിരമാക്കുകയും കരുണയാൽ പൂർത്തിയാക്കുകയും ചെയ്യട്ടെ. അബ്രാഹത്തെയും സാറായെയും ഇസഹാക്കിനെയും റബേക്കായെയും യാക്കോബിനെയും റാഹേലിനെയും യോജിപ്പിച്ച ദൈവങ്ങളുടെ വാഗ്ദാനത്തെ വിശ്വാസത്തിലും സത്യത്തിലും സ്നേഹത്തിലും മനസ്സിന്റെ ഐക്യത്തിലും ഭദ്രമാക്കണം. തീക്ഷ്ണമായ പ്രാർത്ഥനയോടും ആത്മീയമായ ഒഴുക്കത്തോടും കൂടെ വിവാഹബന്ധവകാശിയായ നിങ്ങളെ ശക്തിപ്പെടുത്തട്ടെ. നിങ്ങളെയും നിങ്ങളെ സ്നേഹത്തിലുള്ള മാതാപിതാക്കളെയും ഭാഗങ്ങളെയും ഈ തിരുകൃപത്തിൽ പങ്കെടുത്ത എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. എപ്പോഴും എപ്പോഴും ആമേൻ.
അങ്ങനെ ഒരു മനസ്സമ്മതം കഴിഞ്ഞു. ഇനി ബന്ധുക്കളൊക്കെ ആയിട്ടുള്ള ഫോട്ടോ സെഷനാണ്. ഇതെൻ്റെ ഹസ്ബൻഡിൻ്റെ പെങ്ങൾ ഷീജയുടെ മകളാണ് ആതിര. ഇത് സെബിൻ്റെ അച്ഛനും വധൂവരന്മാരാകാൻ പോകുന്നവർ, അവരുടെ അമ്മ, കുടുംബം, അച്ഛൻ, അമ്മ, പള്ളീൻ്റെ കുറച്ച് രംഗങ്ങൾ. ഷീജ ഇതെൻ്റെ അടുത്തയമ്മ, ഞാനും എൻ്റെ അടുത്തയമ്മ. ഇതാണ് പള്ളി, സെൻറ്റ് മേരീസ് ഫൊറോന ചർച്ച്. എന്ത് ഭംഗിയാണ് അവിടുത്തെ പൂക്കളും ചെടികളും പ്രകൃതിയും ഒക്കെ കാണാൻ. മനോഹരമായൊരു പള്ളി, കുറച്ചിങ്ങനെ കുന്നിറങ്ങി താഴേക്ക്. പൂച്ചെടികളുടെ ഇടയിൽ നിന്ന് ഫോട്ടോ. എൻ്റെ അടുത്തയമ്മ. ഞങ്ങൾ രണ്ടും ജീവിതത്തിലെ സന്തോഷകരമായ ഒരു ദിവസം, അതിന് ഞങ്ങൾ സാക്ഷ്യം വഹിച്ചു കഴിഞ്ഞു. അങ്ങനെ ഭരണങ്ങാനം പള്ളി ജീവിതത്തിൽ ആദ്യമായി കാണുകയാണ്. ഒരു പള്ളിയുടെ പരിസരവും അതിൻ്റെ അകമൊക്കെ എത്ര ഭംഗിയായിട്ട് കണ്ട് ആസ്വദിച്ച് കല്യാണ നിശ്ചയവും കഴിഞ്ഞ് കുറച്ച് ഫോട്ടോ, ഇത് നേരത്തെ എടുത്ത ഫോട്ടോയാണ്. ഇത് പെൺകുട്ടിയുടെ ആങ്ങളെയാണ്, ഞങ്ങളുടെ മരുമകൻ അർജുൻ്റെ അമ്മ ഷീജ. ഇത് വരൻ സെബിൻ. ഇത് വീട്ടിൽ നിന്ന് എടുത്ത ഫോട്ടോയാണ്. എൻ്റെ ഹസ്ബൻഡും മരുമകൻ അർജുനും. അങ്ങനെ സന്തോഷകരമായ ഒരു ദിവസം. അൽഫോൻസാമ്മയുടെ എല്ലാ അനുഗ്രഹവും ഇവർക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.